ഇതിനകത്ത് പ്രതിച്ഛായ വർദ്ധിപ്പിക്കുകയോ ഇമേജ് ബിൽഡിംഗ് ഒന്നുമല്ലല്ലോ വിഷയം. ഈ പലപ്പോഴും കുടിയേറ്റക്കാരെന്ന് പറഞ്ഞ് പൊതുവെ ആളുകൾ കാണുന്നത് അവരെന്തോ കാട് വെട്ടിപ്പിടിച്ച് അവിടെ താമസിക്കുന്നതാണ്. ബ്രിട്ടീഷുകാരുടെ കാലം മുമ്പേ അവിടെ താമസിക്കുന്ന ആളുകളാണ്. എത്രയോ തലമുറകളായിട്ട് താമസിക്കുന്ന ആ നാടിൻ്റെ സ്പന്ദനങ്ങൾ അറിയാവുന്ന, ആ നാടുമായിട്ട് ഇഴകിച്ചേർന്ന, കാടുമായിട്ട് ഇഴകിച്ചേർന്ന ആളുകളാണ്. അവരുടെ തോട്ടത്തൊഴിലാളികളുണ്ട്, മറ്റ് ആദിവാസികളുണ്ട്, മറ്റ് ജനവിഭാഗങ്ങളുണ്ട്. പൊതുവെ പട്ടണ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്കൊരു വേർഷനുണ്ട്. കുടിയേറ്റ തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള തൊഴിലാളികളാണ്. അവർ കാട് വെട്ടിപ്പിടിച്ച് ഇങ്ങനെ കാട് തെളിച്ച് അതുകൊണ്ടാണ് മൃഗങ്ങൾ ഇറങ്ങി വരുന്നത്. അത് തെറ്റാണ്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ കാലാവസ്ഥാ വ്യതിയാനം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതുപോലെ ഇൻവേസീവ് പ്ലാന്റ്സ് എന്ന് പറയുന്ന ചില സാധനങ്ങളുണ്ട്, ഫോറിൻ പ്ലാന്റ്സ്. ഇത് വന്നു കയറി അവിടുത്തെ നാച്ചുറൽ ഹാബിറ്റാറ്റിനെ പൂർണ്ണമായിട്ട് നശിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വമ്പൻ പ്ലാന്റേഷൻസ് എന്ന് പറഞ്ഞാൽ ടീക്ക് പ്ലാന്റേഷൻസ്, അക്കേഷ്യ പ്ലാന്റേഷൻസ്, ഇതിൻ്റെ അടിയിൽ ഒരു പുല്ല് പോലും കുളിക്കത്തില്ല. അത് കാരണം ഈ മാനുകളും മറ്റ് ജീവികൾക്കും ഒന്നും അവിടെ ഭക്ഷ്യയോഗ്യമായിട്ടുള്ള സാധനങ്ങളൊന്നും ഇല്ലാത്തത് കാരണം അതിന് പ്രജനനം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് തന്നെ ഇതിന് ഫുഡിൻ്റെ അപര്യാപ്തിയുണ്ട്. പിന്നെ കാലാവസ്ഥ വ്യതിയാനം, ഇങ്ങനെ ഒട്ടനവധി. ഈ പറഞ്ഞതുപോലെ നേരത്തെ എനിക്ക് തോന്നുന്നു വേണു എന്ന് പറഞ്ഞ പുള്ളിയാണെന്ന് തോന്നുന്നു പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഈ കടുവയെ പിടിച്ച് നമ്മൾ മറ്റ് കാടുകളിലേക്ക് മാറ്റുക എന്നുള്ളത്. നമുക്കറിയാമല്ലോ, ഒരു അരിക്കൊമ്പിൻ്റെ വിഷയം തന്നെ എത്ര പാടുപെട്ടിട്ടാണ് അതിനെ വേറൊരു കാട്ടിലോട്ട് മാറ്റിയത്. ഹൂം വിൽ ബെൽ ദ ക്യാറ്റ് എന്ന് പറഞ്ഞ ആരാണ് ഈ കടുവയെ പിടിക്കുന്നത്? ഈ കടുവയെ പിടിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമാണോ? കൂട് വെച്ച് ദിവസങ്ങളോളം കാത്തിരുന്നാൽ തന്നെ അതിനകത്ത് കുടുങ്ങുമെന്ന് എന്താണ് ഉറപ്പ്? പുലിയാണെങ്കിൽ ഓക്കെ, കടുവയെ പിടിക്കുന്നത് അങ്ങനെ നിസ്സാരമായ അതൊരു പ്രാക്ടിക്കൽ സൊല്യൂഷനേ അല്ല. പിന്നെ നമ്മൾ വികസിത രാജ്യങ്ങളെടുത്ത് നോക്കിയാൽ ഓസ്ട്രേലിയയിൽ ഇപ്പോൾ കങ്കാരു ഒക്കെ ധാരാളമായിട്ട്, കങ്കാരു ഓസ്ട്രേലിയയിൽ മാത്രമേ ഉള്ള മൃഗമാണ്. എൻഡേഞ്ചേർഡ് ലിസ്റ്റിലുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നാലും അവർ വർഷത്തിൽ കുറേ സമയം ഈ കങ്കാരുക്കളെ കൊന്നൊടുക്കാനായിട്ട്, അതിന് പറയുന്നത് കള്ളിങ് എന്നാണ്. നമ്മൾ ഈ ദേശാടന പക്ഷികൾ വന്നിട്ട് ഇവിടെ താറാവിനൊക്കെ പക്ഷിപ്പനി പടരുന്ന സമയത്ത് അതിനെ കൂട്ടത്തോടെ കൊന്നൊടുക്കുന്ന പോലെ കങ്കാരുക്കളെ അവിടെ കൂട്ടത്തോടെ കൊന്നെടുക്കാൻ പറ്റും. അതുമാതിരി ഒരു രീതി കേരളത്തിൽ അവലംബിക്കാൻ പറ്റുമോ? ഇന്ത്യയിലെ ഫോറസ്റ്റിനകത്തുള്ള ഈ പറഞ്ഞ കണക്കോലെ, നേരത്തെ സൂചിപ്പിച്ചത് കണക്കോലെ, ഈ ഭക്ഷ്യശൃംഖലയിലെ ഏറ്റവും മേളിലത്തെ പ്രിഡേറ്ററായിട്ടുള്ള കടുവ, സിംഹം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊന്നൊടുക്കിക്കഴിഞ്ഞാൽ ഈ മൊത്തം ശൃംഖല, ആ എക്കോസിസ്റ്റം മൊത്തം തകർന്നു പോകും. ആ എക്കോസിസ്റ്റം തകർന്നു പോയിക്കഴിഞ്ഞാൽ മനുഷ്യന് പിന്നെ നിലനിൽപ്പില്ല. ഇപ്പോൾ തേനീച്ചകളാണെങ്കിലും പാമ്പാണെങ്കിലും പഴുതാരയാണെങ്കിലും ഇതെല്ലാം കൂടെ ചേർന്നിട്ടൊരു സിസ്റ്റമായിട്ടാണ് വളരുന്നത്. ഹ്യൂമൻ സെൻട്രിക് അപ്രോച്ച് എന്നുള്ള രീതിയിൽ നമ്മളിത്തരം ഇതിനെ ന്യായീകരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പാരിസ്ഥിതിക പ്രത്യാഘാതം കൂടെ നമ്മൾ നോക്കണം. നമ്മളിപ്പോൾ നോക്കുന്നത് നമ്മുടെ ലിമിറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നടക്കുന്ന ചില മരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടവരാണ്. അങ്ങനെയല്ല, ഇതിനെക്കുറിച്ച് വളരെ വിശാലമായൊരു കാഴ്ചപ്പാട്. അതായത് മാനവ വംശത്തിൻ്റെ തന്നെ നിലനിൽപ്പിന് ബാധിക്കുന്ന ചില ഫുഡ് ചെയിനൊക്കെ തകർന്നു കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന പാരിസ്ഥിതിക ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും അപ്പുറമാണ്. ഉദാഹരണത്തിന് തേനീച്ചകളില്ലെങ്കിൽ ലോകം അവസാനിച്ചു പോകുമെന്ന് പറഞ്ഞാൽ ഞാനല്ല, ആൽബർട്ട് ഐൻസ്റ്റീനാണ്. ആൽബർട്ട് ഐൻസ്റ്റീനെ പോലൊരു ശാസ്ത്രജ്ഞനാണ്. ഇതിനെയൊക്കെ കൊന്നൊടുക്കുക മാത്രമാണ് സൊല്യൂഷൻ എന്നൊരു രീതിയിൽ ആരും പറഞ്ഞതായി തോന്നുന്നില്ല. പക്ഷേ എന്തുകൊണ്ടാണ് കൃത്യമായിട്ട് സർക്കാരിന്, ബന്ധപ്പെട്ട അധികൃതർക്ക് ഇതിനൊരു പരിഹാരം നിർദ്ദേശിക്കാനാവാത്തത്? കാരണം എത്രയോ നിർദ്ദേശങ്ങൾ സർക്കാരിന് മുൻപിൽ ഉള്ളതാണ്. പക്ഷേ അതിനൊക്കെ കൃത്യമായിട്ടൊരു അംഗീകാരം നൽകി അതൊക്കെ പ്രാവർത്തികമാക്കുന്നതിൽ എവിടെയാണ് പരാജയപ്പെടുന്നത്? പല കേന്ദ്ര നിർദ്ദേശങ്ങൾ, ഉദാഹരണത്തിന് മാധവ് ഗാഡ്ഗിലിൻ്റെ റിപ്പോർട്ട് നമുക്ക് കേരളത്തിൽ നടപ്പിലാക്കാൻ പറ്റില്ല. ബഫർ സോൺ കേരളത്തിൽ നടപ്പിലാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഈ 860 പേര് 1 സ്ക്വയർ കിലോമീറ്റർ താമസിക്കുന്ന സ്ഥലമാണ് കേരളം. ആ കേരളത്തിൽ നമുക്ക് ഈ വനഭൂമി സംരക്ഷിക്കാൻ വേണം. നേരത്തെ പറഞ്ഞില്ലേ, 25,000 ഏക്കറിൽ നിന്ന് അല്ലെങ്കിൽ 25,000 സ്ക്വയർ കിലോമീറ്ററിൽ നിന്ന് 30,000 സ്ക്വയർ കിലോമീറ്റർ വരെ കാട് വളർന്നു എന്ന് പറയുന്നത് ഈ ഡാമിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയയിലാണ്. ഡാമിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയയിൽ മാത്രമാണ് കാട് വളർന്നത്. ബാക്കിയുള്ളിടത്ത് ഈ പ്ലാന്റേഷൻസ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ കാടൊന്നും, ഈ പറഞ്ഞ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റൊക്കെ കുറവാണ് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ പല കാടുകളും തമിഴ്നാടിൻ്റെയും കർണാടകയുടെയും കാടുകളുമായിട്ട് ചേർന്ന് കിടക്കുന്നത് കൊണ്ടാണ് ഈ മൃഗങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോവുകയും അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയൊക്കെ ചെയ്യും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവിടാനുള്ള സാധ്യതയും കൂടുതലാണ്. അല്ലെങ്കിൽ അവിടുത്തെ ഈ പറഞ്ഞ കണക്കുള്ള റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ നിന്ന് ചികിത്സ കൊടുത്തിട്ട് ചിലപ്പോൾ മൃഗങ്ങളെ ഇങ്ങോട്ട് വിടും. അതുകൊണ്ടാണ് ഇടയ്ക്ക് വെച്ചിട്ട് കുറേ ആനകളൊക്കെ ചത്തൊടുങ്ങിയത്. എന്തോ ഒരു വൈറസ് അറ്റാക്ക് കാരണം ഇവിടെ കോട്ടൂർ വരെ ആന വളർത്തൽ കേന്ദ്രത്തിൽ ആനയെ സംരക്ഷിക്കുന്ന കുറേയധികം ആനകൾ അങ്ങനെ ചത്തൊടുങ്ങുകയുണ്ടായി. അപ്പോൾ നാച്ചുറലായിട്ടുള്ളൊരു മെക്കാനിസം നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പോപ്പുലേഷൻ കൺട്രോളിന് വേണ്ടിയിട്ട് നാച്ചുറലായിട്ടുള്ള മെക്കാനിസം നടക്കുന്നുണ്ട്. പിന്നെ ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിയമങ്ങൾക്കകത്ത് നിന്നുകൊണ്ട്
മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. ആ നിയമങ്ങൾക്ക് അപ്പുറം വിട്ട് ഈ നിയമത്തിനപ്പുറത്ത് നിന്ന് പിന്നെ ഹൈക്കോടതിയുടെ ചോദ്യം വരും, സുപ്രീം കോടതിയുടെ ചോദ്യം വരും, മറ്റ് കോടതികളുടെ മുന്നിൽ ഈ പറഞ്ഞ ആളുകൾ തന്നെ പൊതു താല്പര്യ ഹർജിയുമായിട്ട് ചെല്ലുകയും അവസാനം കോടതിയുടെ മുന്നിൽ സർക്കാർ ഇതിനെപ്പോലെ ഇതായിട്ട് നിൽക്കേണ്ടി വരും. എന്താണ് പറയാൻ, ടു കട്ട് എ സോറി ഫിഗർ ഇൻ ഫ്രണ്ട് ഓഫ് ദ കോർട്ട് എന്ന് പറഞ്ഞതിനെപ്പോലെ നിൽക്കേണ്ടി വരും. അപ്പോൾ ഇത് എല്ലാവരും കൂടെ ചേർന്നെടുക്കേണ്ടുന്ന തീരുമാനമാണ്. ഇത് കക്ഷി രാഷ്ട്രീയത്തിന് ഇതിനപ്പുറത്ത് എല്ലാവരും കൂടി ഇരുന്ന് തീരുമാനിക്കേണ്ടുന്ന ഈ വിഷയത്തിലുള്ള എക്സ്പേർട്സ് അവരുടെ എക്സ്പേർട്സിൻ്റെ ഒപ്പീനിയൻ കളക്ട് ചെയ്തിട്ട് അതാണ് ഇന്ത്യ മൊത്തം ഉറ്റുനോക്കുന്നത്. കേരളത്തിൽ നിന്ന് ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാവുന്നതാണ്. ഞാൻ പല എക്സ്പേർട്സായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് നിങ്ങൾക്കാണല്ലോ ഇതിൻ്റെ ഒരു പ്രശ്നമുള്ളത്, കാരണം പോപ്പുലേഷൻ ഇത്രയധികം ഉണ്ടായതുകൊണ്ട് അതുകൊണ്ട് നിങ്ങളൊരു എഫക്റ്റീവായിട്ടുള്ളൊരു സൊല്യൂഷൻ കൊണ്ടുവരും. ആ സൊല്യൂഷൻ ഉണ്ടായി വരും, അത് ഉരുത്തിരിഞ്ഞ് വരും. നമ്മൾ പല കാര്യങ്ങളെ അതിജീവിച്ചിട്ടുണ്ട്, പലതിനെയും നമ്മൾ മറികടന്നിട്ടുണ്ട്. അല്ലാതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മന്ത്രി അങ്ങനെ ചെയ്തില്ല, ഗവൺമെൻറ് ഫണ്ട് യൂസ് ചെയ്തില്ല എന്നൊക്കെ പറയുന്നതിനല്ല. ഒരു ഗവൺമെൻറ്റിന് ചില പരിധികളുണ്ട്. ആ പരിധികൾക്കപ്പുറവും കടന്ന് പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യാറുണ്ട് പല സിറ്റുവേഷൻസിൽ. അങ്ങനെ ചെയ്യുന്ന അതല്ലാതെ ഈ പറഞ്ഞ കണക്കല്ല ഈ സംഭവങ്ങളെല്ലാം ദൗർഭാഗ്യകരമാണ്. പക്ഷേ അതിനെ പർവ്വതീകരിച്ച് ഗവൺമെൻറ് ഇന്നാക്റ്റീവ് ആണെന്ന് പറയുന്നതിനോട് യാതൊരു ന്യായമല്ല. അല്ലാതെ വി ഹാവ് എ പ്രോബ്ലം, വി ഹാവ് ടു ഫൈൻഡ് എ സൊല്യൂഷൻ ടു ദ പ്രോബ്ലം. അതൊരു സസ്റ്റൈനബിൾ പ്രോബ്ലം, അതിൻ്റെ സൊല്യൂഷനാണ് വേണ്ടുന്നത്. അതല്ലാതെ ഈ പറഞ്ഞ കണക്കല്ല കൊന്നെടുക്കുകയോ അല്ലെങ്കിൽ 1-2 പേരെ കൂട്ടി എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ അല്ലെങ്കിൽ പുര കത്തുമ്പോൾ വാഴ കെട്ടുന്ന പോലെ സമരാഭാസം നടത്തുകയല്ല ചെയ്യേണ്ടുന്നത്. ആ സമരാഭാസങ്ങളൊക്കെ ജനങ്ങളുടെ മുന്നിലേക്ക് തന്നെ അവരെ നോക്കി പുച്ഛിക്കുന്നത് പോലെയാണ്. ശവശരീരത്തിന് വേണ്ടി കടിപിടി കൂടുന്ന ആളുകളെ കണ്ടു. അതുപോലെ തന്നെ എന്തെല്ലാം നാടകങ്ങൾ കേരളം കാണുന്നുണ്ട്. ഇതെല്ലാം കല്ലും നെല്ലും തിരിയാനുള്ള ശേഷിയൊക്കെ പ്രബുദ്ധരായ കേരളത്തിലെ ജനതയ്ക്കുണ്ട്. ആരാണ് അവിടെ സമരം ചെയ്യുന്നതെന്നും അവരെ ആരാണ് ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് അവിടെ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നതെന്നും ഒക്കെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം.